സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. ശ്രീശിവമഹാപുരാണം 9-ാം ദിവസത്തെ കഥാഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിവപുരാണത്തിലെ 5-ാമത്തെ സംഹിതയായ ഉമാസംഹിതയാണ് നാം കേട്ടുവരുന്നത്. ഈ ഉമാസംഹിത ആരംഭിച്ചത് ശ്രീകൃഷ്ണ ഉപമന്യു സംവാദത്തോടു കൂടിയിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ശിവഭജനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപമന്യു എന്ന ശിവയോഗിയെ സമീപിക്കുകയും ആ ഉപമന്യുവിനെ ആചാര്യനായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും മന്ത്രദീക്ഷയെ സ്വീകരിച്ച് ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാശുപത വ്രതം അനുഷ്ഠിച്ചത്. അപ്പോൾ ആ ഒരു കഥാസന്ദർഭത്തെ വർണ്ണിച്ചതിന് ശേഷം തുടർന്ന് സനൽകുമാര ഋഷീശ്വരൻ വേദവ്യാസ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ സംശയങ്ങളെ തീർത്തുകൊടുക്കുന്നതായ രീതിയിൽ വ്യാസ സനൽകുമാര സംവാദ രൂപേണയാണ് ഏതാനും കഥാഭാഗങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയുക. അപ്പൊ സുഹൃത ദുഷ്കൃതങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയും ഏതൊക്കെയാണ് ദുഷ്കൃതങ്ങളുടെ ഗണത്തിൽ വരിക, ഏതൊക്കെയാണ് പാപകർമ്മങ്ങൾ, അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള നരകയാത്രകളാണ് അനുഭവിക്കേണ്ടി വരിക എന്നും പറഞ്ഞു. അതിനെ തുടർന്ന് സൽക്കർമ്മങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ ദാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ദാനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് അന്നദാനം. സർവേഷാം ഏവ ദാനാനാം അന്നദാനം പരംസ്മൃതം സദ്യപ്രീതിഹരം ഹൃദ്യം ബലബുദ്ധി വിവർദ്ധനം. അന്നദാനത്തിൻ്റെ മഹാത്മ്യം വരെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. അതുതന്നെ വർണ്ണിച്ചുകൊണ്ട് ഇന്നത്തെ കഥാഭാഗങ്ങൾ തുടരുന്നു. എത്ര തന്നെ വർണ്ണിച്ചാലും അവസാനിക്കാത്ത അത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ഈ അന്നദാന മഹാത്മ്യം. ഏറ്റവും ശ്രേഷ്ഠമായത്, ദാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അന്നദാനം. അത് ഏതൊരാൾക്കും, ഒരു സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശപ്പടങ്ങുന്നു, ഇനി ദാതാവിന്, ദാനം ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ആ പുണ്യഫലം അത് എത്രയാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ലോകത്തിൽ ജീവന്റെ ഉൽപ്പത്തി മുതൽ അന്നമുണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. പുതിയൊരു ശരീരം ഉണ്ടാവണമെങ്കിലും അന്നത്തിൻ്റെ സഹായത്തോടു കൂടിയേ സാധ്യമാവൂ. നമ്മളുടെ എല്ലാം ശരീരത്തിൽ രക്തം, മാംസം, വസ ഇതെല്ലാം രൂപാന്തരപ്പെടുന്നത് അന്നം കൊണ്ടാണ്. വിശന്നിരിക്കുന്ന ഒരുവന് ഹേമരത്ന അശ്വനാഗേന്ദ്രൈ നാരീശ്വ ചന്ദനാദിഭി സമസ്തൈരഭിസംപ്രാപ്തൈ രമന്തി ബുഭുക്ഷിത. വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരുവന് ആ വിശപ്പടക്കുവാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം, അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മറ്റെന്ത് ദ്രവ്യങ്ങളെ അയാളുടെ മുന്നിൽ കൊണ്ടുവച്ചാലും തൃപ്തി വരുന്നില്ല. ഒരു ജീവന്റെ ഗർഭാവസ്ഥ മുതൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ശൈശവദശയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ നമുക്ക് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് അന്നം. ഇപ്പോൾ വിശപ്പ് എന്ന രോഗത്തിനെ ശമിപ്പിക്കുവാനായിട്ട് ഉള്ള ഔഷധമാണ് അന്നം. ലോകത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഏത് എന്ന് ചോദിച്ചാൽ നാസ്തി ക്ഷുധാസമം ദുഃഖം, നാസ്തി രോഗ ക്ഷുധാസമം. വിശപ്പിനോളം വലിയ ദുഃഖം മറ്റൊന്നില്ല എന്നാണ്. അപ്പോൾ ഒരുവന്റെ വിശപ്പടക്കുവാനുള്ള അന്നം നാം കൊടുക്കുന്നുവെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും നാം
ഈ അന്നദാന മഹാത്മ്യം എല്ലാ പുരാണങ്ങളിലും തന്നെ നമുക്ക് കാണാം. അതിന് പാത്രപരീക്ഷ ചെയ്യേണ്ടതില്ല, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും അന്നത്തെ ദാനം ചെയ്യാം എന്ന് പറഞ്ഞു. അന്നദാന മഹാത്മ്യത്തെ പറഞ്ഞു. അതിനുശേഷം മറ്റ് പ്രധാനങ്ങളായിട്ടുള്ള ദശദാനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അതേതൊക്കെ ദ്രവ്യങ്ങളാണ് എന്നിവിടെ സൂചിപ്പിച്ചു. കൂടാതെ പുരാണ ശ്രവണം ചെയ്യുക, പുരാണത്തെ ദാനം ചെയ്യുക, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ദശദാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതും ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. കനകം ച തിലാനാഗ കന്യാ ദാസീഗൃഹം രഥ മനയ കപിലാഗാവോ മഹാദാനാനി വൈ ദശ. മഹാദാനം എന്ന് അറിയപ്പെടുന്നത് എള്ള് ദാനം ചെയ്യുക. ചില പ്രത്യേക സമയങ്ങളിൽ ഏതെങ്കിലും ആയുസ്സിൽ ദോഷമുണ്ട് എന്നൊക്കെ കാണുമ്പോൾ എള്ള് ദാനം ചെയ്യുന്നത് വളരെ സവിശേഷമായിട്ട് പറഞ്ഞു. പശുക്കളെ ദാനം ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതൊക്കെ മഹാദാനങ്ങൾ എന്നാണ് അറിയപ്പെടുക. നമ്മളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ രോഗദുരിതങ്ങൾ വരുന്ന സമയത്തോ മരണഭയം കൊണ്ടോ ഒക്കെ പ്രത്യേക അവസരങ്ങളിൽ ചെയ്യുന്നതായ ദാനങ്ങൾ. പിന്നെ തുലാദാനം തുടങ്ങിയിട്ടുള്ളത്, തുലാപുരുഷദാനം. ഒരുവന്റെ ശരീരത്തിന്റെ ഭാരം എത്രയാണോ അതിന് തുല്യമായ അളവിലാണ് ദാനം ചെയ്യുന്ന വ്യക്തി തൻ്റെ ശരീരത്തിന്റെ ഭാരം കണക്കാക്കിയിട്ട് അത്രയും അളവിൽ ഒരു ദ്രവ്യം, ഏത് ദ്രവ്യമാണോ ദാനം ചെയ്യണത് അത്രയും ദ്രവ്യം അത്രയും അളവിലെടുത്തിട്ട് ദാനം ചെയ്യുന്നു. അതിൻ്റെ മറ്റൊരു പ്രതീകമാണ് നമ്മൾ ദാനം ചെയ്യുന്നത്. ഒരുപക്ഷെ അതിനെ സ്വീകരിക്കാൻ ഒരാളുണ്ടാവണമെന്നില്ല. അപ്പോഴാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇതേ ദ്രവ്യം സമർപ്പിക്കുന്നു. ഇപ്പോൾ എള്ള് ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുക? അതിന് പകരമായിട്ട് നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ എള്ള് കൊണ്ട് തുലാഭാരം, ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്, ആ വ്യക്തിയുടെ തുല്യം ഭാരത്തിൽ എള്ള് അത് ആ ദേവന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. അതാണ് തുലാഭാരം എന്ന ആ ഒരു സമർപ്പണം. അങ്ങനെ രൂപാന്തരപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ തുലാദാനം അതിനെക്കുറിച്ചിട്ട് വർണ്ണിച്ചു. ഇത്തരത്തിൽ ഈ ദാനങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഉമാസംഹിതയുടെ ഒരു പ്രത്യേകത, പല വിഷയങ്ങളെയും ഇവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വിഷയം മാത്രമല്ല. ഇപ്പൊ പുരാണം പറയുമ്പോൾ ആ പുരാണത്തിന് 5 ലക്ഷണമാണ് ഉണ്ടായിരിക്കേണ്ടത്. സർഗം, പ്രതിസർഗം, വംശം, വംശാനുചരിതം, മന്വന്തരം, അങ്ങനെ 5 ലക്ഷണങ്ങളോ കൂടിയതാണ് പുരാണമെന്നും. അപ്പോൾ അതിൽ ആ ഓരോ ലക്ഷണത്തെയും അതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വിഷയങ്ങളെയും പലയിടത്തായിട്ട് വർണ്ണിച്ചു പോകുന്നു. ഇവിടെ 7 സംഹിത കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് പറയുക. അപ്പം അതിൽ ഈ ഉമാസംഹിതയിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പൊ ദാനങ്ങളെ കുറിച്ചും ജീവന്റെ നരകഗതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ അടുത്തതായിട്ട് വേദവ്യാസ മഹർഷി ചോദിക്കുകയാണ് ഈ സനൽകുമാർ ഋഷീശ്വരനോട്, വിധിം താത വദേദാനിം ജീവജന്മ വിധാനത ഗർഭേ സിരിഞ്ചതസ്യാപി വൈരാഗ്യാർത്ഥം മുനീശ്വര. ജീവഗതിയെ കുറിച്ചിട്ടുള്ള സംശയമാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഈ ജീവഗതിയെക്കുറിച്ച് പുരാണങ്ങൾ പരാമർശിക്കുന്നത്? അത് വൈരാഗ്യാർത്ഥം എന്നാണ്. വിരാഗത, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ പറയപ്പെടുന്ന ആ വിരാഗത ഒരുവന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ജീവഗതിയെ വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ മനുഷ്യ ശരീരം, അപ്പോൾ ആ ഒരു ശരീരത്തിൽ ഏതൊക്കെ ധാതുക്കളാണ്, അവയൊക്കെ ഏതൊക്കെ അളവിലാണ് ഉള്ളത്, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സാമാന്യേന ഏതൊരു മനുഷ്യൻ്റെയും ശരീരത്തിലെ രക്തത്തിൻ്റെ അളവിത്ര, മറ്റ് ധാതുക്കളുടെ അളവിത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കണക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ജീവൻ
ഉരുവപ്പെട്ടു വരുന്നത്, രൂപാന്തരപ്പെട്ടു വരുന്നത്, അതിൻ്റെ വളർച്ച സംഭവിക്കുന്നത് മാതൃഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു. മാതൃഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അത് പിന്നീട് ഓരോ ദിവസം കഴിയും തോറും അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അവരോട് പറഞ്ഞു, തശുക്ര രക്തമേകസ്ഥം ഏഹാകാൽ കലിലം ഭവേൽ. ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച ആ ശുക്രം ശോണിതവുമായി ചേർന്ന് കലലം എന്ന അവസ്ഥയിൽ ആയിത്തീരുന്നു. പഞ്ചരാത്രേണ കലിലം ബുദ്ബുദാകാരതാമൃജേ. 5 ദിനം കൊണ്ട്, 5 രാത്രി കഴിയുമ്പോഴേക്കും അത് മറ്റൊരവസ്ഥയിലേക്ക് മാറും. അതിനെയാണ് ബുദ്ബുദം എന്ന് പറഞ്ഞത്. ബുദ്ബുദ സപ്തരാത്രേണ മാംസപേശി ഭവേൽപുന. ഈ ബുദ്ബുദം എന്ന വാക്കിന് നീർക്കുമിള എന്നാണ് അർത്ഥം. ആ നീർക്കുമിളയുടെ ആകൃതിയിലുള്ള ആ വസ്തു 7 ദിവസം കഴിയുമ്പോഴേക്കും ഒരു മാംസപേശി, കുറച്ചുകൂടി ബലമുള്ള ഒരു മാംസഖണ്ഡമായിട്ട് മാറുന്നു. ഇങ്ങനെ ക്രമത്തിൽ അത് വളർന്ന് ആദ്യം ദ്രവരൂപത്തിലായിരുന്നു, പിന്നീട് അത് കട്ടിയുള്ള മാംസമായിട്ട് മാറി. അങ്ങനെ മാറി മാറി അതിനെന്തൊക്കെ പരിണാമമാണ് സംഭവിക്കുന്നത് എന്ന് പറയുകയാണ്. 2 മാസം, 3 മാസം, 4 മാസമൊക്കെ ആവുമ്പോഴേക്കും ശരീരം അതിൻ്റെ ആ ഒരു രൂപം ഏകദേശം ഉരുത്തിരിഞ്ഞ് വരുന്നു. അങ്ങനെ 6 മാസമൊക്കെ ആവുമ്പോഴേക്കും കർണയോസ്തു ഭവേ ഛിദ്രം ഷണ്മാസാഭ്യന്തരേണതു സന്ധയോയേച്ച കാത്രേഷു മാസേ ജായന്തി സപ്തഭി. 7ാമത് മാസമൊക്കെ ആകുമ്പോഴേക്കും ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്, ഓർമ്മകൾ. ഇപ്പൊ ജീവന് ഞാനിപ്പോൾ എവിടെയാണ്, ഈ ശരീരത്തോട് കൂടിയിട്ട് ഇപ്പൊ മാതൃഗർഭത്തിലാണ്. അപ്പൊ ഗർഭാവസ്ഥയിലുള്ള ക്ലേശങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആ ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കെ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും അനുഭവിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ ജരായു എന്ന നേർത്തതായിട്ടുള്ള തോലുകൊണ്ട് പൊതിഞ്ഞ ആ ഒരു അവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചെറിയൊരു അംശം, അതിൻ്റെ ഒരു രസത്തിനെ സ്വീകരിച്ചുകൊണ്ട്, പൊക്കിൾ കൊടി വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ ആ ശിശു വർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അത്യധികം ദുഃഖിച്ചുകൊണ്ട്, അത്യധികം ക്ലേശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് വരുമ്പോൾ, ബുദ്ധി വരുമ്പോൾ, ഓർമ്മ വരുമ്പോൾ, ഞാൻ ഇതിനു മുൻപും ഇതുപോലെ എത്രയോ ശരീരങ്ങൾ സ്വീകരിച്ചു. മൃതശാഹം പുനർജാതോ ജാതശാഹം പുനർമൃത. ഇതിനു മുൻപ് ഞാൻ എവിടെയോ ജനിച്ചു, എനിക്കൊരു ശരീരം ലഭിച്ചു. അത് കഴിഞ്ഞു ആ ശരീരം ഉപേക്ഷിച്ചു, ഞാൻ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ശരീരം എനിക്ക് നഷ്ടമായി. ഇപ്പൊ വീണ്ടും ഞാൻ ഒരു പുതിയ ശരീരം സ്വീകരിക്കാൻ പോകുന്നു. ഇങ്ങനെ വീണ്ടും ജനിച്ചും മരിച്ചും ജീവിച്ചും ജനിച്ചും ജീവിച്ചും മരിച്ചും ഇതൊരു തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനായ ഒളിസഹസ്രാണി മയാ ദൃഷ്ടാനി ജായത. അതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് അവസാനിപ്പിക്കണം. ഇനി എവിടെ പോയി ജനിക്കുക, വീണ്ടും കുറെ കാലം ജീവിക്കുക, പിന്നെ മരിക്കുക. അപ്പൊ ഈ ഒരു പരിപാടി നിർത്തണമെങ്കിൽ എന്തു വേണം? അപ്പൊ അവിടെ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ് എന്നാണ് ഗർഭാവസ്ഥയിൽ വെച്ച്. അധുനാ ജാതമാത്രോഹം പ്രാപ്ത സംസ്കാര ഏവച. ഇനി ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ, ഈ മാതൃഗർഭത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ, ഈ തീർച്ചയായിട്ടും ജ്ഞാനം നേടുന്ന, അന്വേഷ്യാമി ശിവജ്ഞാനം സംസാര വിധിവർത്തകം. ശിവഭജനം ചെയ്തുകൊണ്ട് ശിവജ്ഞാനത്തെ നേടും. അങ്ങനെ ഞാൻ മുക്തിയെ പ്രാപിക്കും, വീണ്ടും ഒരു ശരീരം സ്വീകരിക്കില്ല എന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്തിട്ടാണ് അവിടുന്ന് ആ ഗർഭകാലം പൂർത്തിയായി കഴിഞ്ഞാൽ, ഒരു 9 മാസം അല്ലെങ്കിൽ കഷ്ടിച്ച് 10 മാസം വരെയൊക്കെ ആ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുട്ടി ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതാണ്, പ്രസവിക്കുന്നു. ഇവിടെ പ്രസൂതി വായു, പ്രസൂതി മാരുതന്റെ സഹായത്തോടു കൂടി, അവിടെ വായുവിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ ഗർഭത്തിൽ നിന്നും കുഞ്ഞ് പുറത്തു വരിക. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാലോ, ഈ ഗർഭവാസം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ദുഃഖമാണ്, നരകതുല്യമായ അവസ്ഥയാണ്. ഗർഭവാസാൽ പരം ദുഃഖം കഷ്ടം നൈവാസ്തി കുത്രചിൻ.
ഇക്ഷുവൽ പീഡ്യമാനസ്യ യന്ത്രേണൈവ സമന്തത ശിരസാ താട്യമാനസ്യ പാപമുദ്ഗരകേണച. അവിടുന്ന് പുറത്തു വരുന്ന അവസ്ഥ അതിനേക്കാൾ കഠിനമാണ്. ഒരു കരിമ്പിൻ്റെ തണ്ടെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നത് പോലെയാണ്. കരിമ്പിൻ്റെ തണ്ട് ഒരു യന്ത്രത്തിൽ കൂടി കടത്തി വിട്ടിട്ട് അതിൻ്റെ ആ രസം, കരിമ്പ് രസം, കരിമ്പിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് നോക്കിയാൽ കാണാം. അത് പുറത്തു വരുമ്പോഴേക്കും ആ കരിമ്പിൻ തണ്ടിൻ്റെ അവസ്ഥ എന്താ? ചതഞ്ഞിരിക്കും. ഇതേപോലെയാണ് ഗർഭക്ലേശം അനുഭവിച്ച ശിശു അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുമ്പോഴേക്കും. പിന്നീട് ജനിച്ചു വീണ് കഴിഞ്ഞാലും ശൈശവത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. വിൺമൂത്ത രക്തസിക്താംഗം വികോശിക സമുദ്ഭവം സങ്കടേന വിവിക്തേന യോനിമാർഗേണ നിർഗതം. ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഈ മലമൂത്രങ്ങളിൽ കിടന്ന് ആരെങ്കിലും മറ്റൊരാളുടെ സഹായം കൂടാതെ കമിഴ്ന്നു കിടക്കാനോ ഒന്നിനും പറ്റില്ല. മലമൂത്രങ്ങളൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ കൂടി ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ശൈശവ ദശയിൽ അമ്മയോ മറ്റാരെങ്കിലോ വന്ന് എടുത്ത് അതിനെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് അതിൽ തന്നെ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ദുരിതപൂർണമായൊരവസ്ഥ കഴിഞ്ഞ് പിന്നീട് ബാല്യം, കൗമാരം, യൗവനം, ഇതിങ്ങനെ മാറി മാറി വാർദ്ധക്യത്തിലേക്ക് വീണ്ടും എത്തും. ഇതാണ് ജീവിതചക്രം എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ജീവഗതിയെ ഇവിടെ വർണ്ണിച്ചത്, അഥവാ ദേഹോത്പത്തി വർണ്ണനം. അതാണ് ഈ ഭാഗത്തിന്റെ ഒരു പേര്. ഇതിൽ പറഞ്ഞ ഈ അധ്യായത്തിന്റെ പേര് തന്നെ ദേഹോത്പത്തി വർണ്ണനം എന്നാണ്. ഈ മനുഷ്യ ശരീരം എത്രത്തോളം നിസ്സാരമാണ്, അത് നമ്മൾ എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും അത് മലിനമായിട്ടുള്ള വസ്തു തന്നെയാണ്. അതും വിരാഗതയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ശോധ്യമാനോഹി ദേഹോയം തേനായം അശുചിസ്തത സംപ്രാപ്യാദി പവിത്രാണി പഞ്ചഗവ്യം ഹവീംഷിച്ച. നമ്മൾ സാധാരണ എന്തെങ്കിലും അശുദ്ധമായാൽ അതിനെ ശുദ്ധീകരിക്കാൻ പല ഉപായങ്ങളും സ്വീകരിക്കാറുണ്ട്. വസ്ത്രത്തിൽ ചെളി പറ്റിയാൽ എന്താ ചെയ്യുക? അത് കഴുകും, അല്ലെ? നനയ്ക്കും. വസ്ത്രം അലക്കിയിട്ടാണ് വൃത്തിയാക്കുക. പാത്രങ്ങളും അങ്ങനെയാണ്, അതിനെ വൃത്തിയാക്കുന്നത് കഴുകിയിട്ടാണ്. മറ്റു ചില വസ്തുക്കൾ ചൂടാക്കിയാൽ മതി. ഒന്നുകിൽ സൂര്യപ്രകാശത്തിൽ, സൂര്യന്റെ ആ വെയിലേൽക്കുക, ചൂടാക്കുക, അല്ലെങ്കിൽ അഗ്നിയിൽ ചൂടാക്കുക. ഇപ്പോൾ ആഭരണങ്ങൾ, സ്വർണമൊക്കെ ശുദ്ധീകരിക്കുന്നത് അങ്ങനെയാണ്. അഗ്നിയിലിട്ടിട്ട് ചൂടാക്കി അതിൻ്റെ മാലിന്യങ്ങളെ നശിപ്പിച്ചു കളയും. ചിലത് വെള്ളം തളിച്ചിട്ട് ശുദ്ധമാക്കും. പൂക്കളൊക്കെ നമ്മൾ പൂജയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ വെള്ളം തെളിച്ച് ശുദ്ധമാക്കും. പിന്നെ പല രീതിയിലാണ് വസ്തുക്കളെ, ദ്രവ്യങ്ങളെ ശുദ്ധമാക്കുക. എന്നാൽ നമ്മൾ കരുതുന്നത് പോലെ നമ്മളുടെ ശരീരം, മനുഷ്യ ശരീരം, അതിന് വലിയ ശുദ്ധിയൊന്നുമില്ല. അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു പാഴ്വേലയാണ്. ഗംഗാതോയേന സർവേണ മൃദ്ഭാരൈ പർവ്വതോപവൈ ആമൃത്യോരാചരേ ശൗചം ഭാവദുഷ്ടോ ന ശുദ്ധ്യതി. ഗംഗാജലം കൊണ്ട് നമ്മൾ എത്ര തന്നെ ഈ ശരീരത്തെ കഴുകിയാലും, നല്ലവണ്ണം സുഗന്ധദ്രവ്യങ്ങളെ ശരീരത്തിൽ ധരിച്ചാലും, ഇനി എത്രയെത്ര തീർത്ഥങ്ങളുണ്ടോ അതിലെല്ലാം പോയി സ്നാനം ചെയ്താലും, രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഓരോ ചെറിയ ചെറിയ കൂപങ്ങളുണ്ട്, കിണറുകളുണ്ട്. നമ്മളൊരു റെസീപ്റ്റ് വാങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഓരോ കിണറിൻ്റെ അടുത്ത് ഓരോരുത്തരും നിൽപ്പുണ്ടാവും. അതിലെ തീർത്ഥം നമുക്ക് അഭിഷേകമായിട്ട് ചെയ്തു തരും. ഒരു പാത്രം വെള്ളം മുക്കും, നമ്മുടെ തലയിലൊഴിക്കും. അപ്പുറത്തെ കിണറിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ ഇതേപോലെ ഒരു പാത്രം വെള്ളം മുക്കി തലയിലൊഴിക്കും. ഇങ്ങനെ ആ അകത്തുള്ള നിരനിരയായിട്ടുള്ള കുറേ തീർത്ഥങ്ങളാണ്. ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇതേപോലെ നമ്മൾ എവിടെയൊക്കെ തീർത്ഥങ്ങളുണ്ടോ അതിലൊക്കെ സ്നാനം ചെയ്താലും ശരീരം ശുദ്ധമാവില്ല. ജീവിതകാലം മുഴുവനും ഇതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ശുദ്ധമാവില്ല. അപ്പൊ ശരീരം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ആവശ്യമില്ലാത്ത പ്രവൃത്തി, ഒരു പാഴ്വേല.
വെറുതെ അതിനുവേണ്ടി അധികം സമയം കളയരുത് എന്നാണ്. അത്യാവശ്യം ഒരു ഉപകരണം എന്ന നിലയിൽ വൃത്തിയാക്കി കൊണ്ട് നടക്കുക. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ കാലിലിടുന്ന ചെരുപ്പ് എങ്ങനെയായാലും ചെളിയാവും, എന്നാലും സാമാന്യം പോലെ ഒന്ന് കഴുകിക്കൊണ്ട് നടക്കും. പാത്രങ്ങൾ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കഴുകി ശുദ്ധമാക്കും എന്ന് പറയുന്നത് പോലെ ഒരു ഉപകരണമാകുന്ന ശരീരത്തിനെ അമിതമായിട്ട് അതിനെ ശുദ്ധീകരിക്കാനോ സംരക്ഷിക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് എത്ര കാര്യമായി സംരക്ഷിച്ചാലും അവസാനം ഇത് എന്താക്കും? ഈ പ്രാണൻ അങ്ങോട്ട് പോയാൽ ഇതെന്താ ചെയ്യേണ്ടത്? സൂക്ഷിച്ചു വെക്കാറൊന്നുമില്ല. ഇത്രയും നാൾ കൊണ്ടു നടന്നതാണല്ലോ എന്നും പറഞ്ഞ് നമുക്കിത് സൂക്ഷിക്കാൻ നിവൃത്തിയില്ല. അഥവാ ഈ ശരീരം ഒരു 10 ദിവസം സൂക്ഷിക്കണമെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ വീടിന്റെ ഉള്ളിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ എങ്ങനെയായാലും നശിപ്പിച്ചു കളയാനുള്ളതാണ്. അതുകൊണ്ട് ഈ ശരീരത്തില് അമിതമായിട്ടുള്ള ഒരു അഭിമാനം വയ്ക്കരുത് എന്ന് പറയുകയാണ്. അനേകം പുരാണങ്ങളും അതിൽ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഈ പുരാണങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഒരു ശ്ലോകത്തിന്റെ പകുതി കൊണ്ട് വേദവ്യാസ മഹർഷിയോട് സനൽകുമാർ ഋഷീശ്വരൻ പറയുകയാണ്, ശ്ലോകാർത്ഥേന തു വക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ കൂടി പറഞ്ഞ, അനേകം ഗ്രന്ഥങ്ങളിൽ കൂടി പറഞ്ഞ വിഷയങ്ങളെ ഏറ്റവും ചുരുക്കി പറയാം. എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആത്യന്തികമായി നാം അറിയേണ്ടത് എന്താണ്? മമേതി പരമം ദുഃഖം ന മമേതി പരം സുഖം, മമതാ പരമം ദുഃഖം നിർമ്മമത്വം പരം സുഖം. മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത് മമതയാണ്, സുഖത്തെ തരുന്നത് നിർമ്മമതയാണ്. ഈ ഒരു ശ്ലോകം അർത്ഥശ്ലോകിയാണ്. ഒരു ശ്ലോകം മുഴുവനില്ല, പകുതി ശ്ലോകയുള്ളൂ. ഈ ഒരു അർത്ഥശ്ലോകിയെ അറിഞ്ഞാൽ മതി എന്നാണ്. പുരാണം മുഴുവനും പഠിച്ചതിന്റെ ഫലമായി. അപ്പൊ ശരീരത്തിലെ അഭിമാനത്തെ അധികം വയ്ക്കാതിരിക്കുക. ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് അവ്യക്തേന്ദ്രിയവൃത്തിത്വാത് ബാല്യേ ദുഃഖം മഹത്പുന. ബാല്യദുഃഖം, ബാല്യകാലത്തിലെ ക്ലേശം. ഇന്ദ്രിയങ്ങളൊക്കെ അവ്യക്തമായിരിക്കും, നല്ലവണ്ണം സംസാരിക്കാനായിട്ടില്ല, വർത്തമാനം പറയാൻ എത്ര പതുക്കെ പഠിക്കുക, അച്ഛൻ അമ്മ എന്നൊക്കെ പറയാൻ. അങ്ങനെ പതുക്കെ പതുക്കെ സംഭാഷണം ചെയ്യാൻ പഠിക്കുന്നു. ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും എല്ലാം ചെയ്യാൻ പറ്റില്ല. ബാല്യകാലത്തില് മറ്റുള്ളവരുടെ ശിക്ഷണത്തിൽ, മറ്റുള്ളവരുടെ വാക്ക് കേട്ടും അവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യരുത്, അവിടെ ഇരിക്കരുത്, അങ്ങനെ പറയരുത്. മുതിർന്നവരൊക്കെ നമ്മളെ ശാസിക്കും കുട്ടിക്കാലത്ത്. അങ്ങനെ കുട്ടികളായിരിക്കുമ്പോൾ മുതിർന്നവരുടെ ശാസന കേൾക്കുകയും ഇടയ്ക്ക് വഴക്ക് പറയും, ഇടയ്ക്ക് ചിലപ്പോൾ ശിക്ഷിക്കും. അപ്പൊ തോന്നണത് എന്താ? വലുതായ സുഖാവുന്ന. ഞാനിപ്പോൾ കുട്ടിയായതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ ശകാരിക്കണം, ശിക്ഷിക്കണം. ഞാൻ വലുതായ സുഖാവും. വലുതായപ്പോഴാ തോന്നിയത് വലുതാവേണ്ടിയിരുന്നില്ല, കുട്ടിയായിരിക്കുകയായിരുന്നു നല്ലത്. അപ്പൊ ബാല്യത്തില് ഇന്ദ്രിയങ്ങൾ അവ്യക്തമായിരിക്കും, ആഗ്രഹിക്കുന്നതൊന്നും ചിലപ്പോൾ സാധിച്ചു വരണമെന്നില്ല. പിന്നെ ബാലപീഡകളുണ്ട്. ഈ ശൈശവ ദശയിലൊക്കെ ഉണ്ടാവുന്ന ചില രോഗങ്ങളുണ്ട്. പിന്നെ കൗമാരം, അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസകാലം. അക്ഷരാധ്യയനാദേശനാനാ ദുഃഖം പ്രവർത്തതേ. അക്ഷരം അഭ്യാസം ചെയ്യാൻ തുടങ്ങുമ്പോൾ, വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കരഞ്ഞുകൊണ്ടല്ലാതെ നേഴ്സറിയിലോ ആശാങ്കളരിയിലോ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ആദ്യം അമ്മ കൊണ്ടുപോയി അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോയി അവിടെ ഇരുത്തി. മറ്റു കുട്ടികളെ കാണുമ്പോൾ അവൻ കുറച്ചു നേരം കരയാണ്ടിരുന്നു, ഇപ്പുറത്ത് കൂടി ഇറങ്ങി അവൻ കാണാതെ ഒളിച്ചു പോരുകയാണ് അമ്മ ചെയ്യേണ്ടത്. ഇങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടാണ് അഭ്യാസം തുടങ്ങിയത്. എന്ത് പാടുപെട്ടിട്ടാണ് ഈ ഗുരുക്കന്മാര് ആദ്യം മണ്ണിൽ എഴുതിച്ചു, പിന്നെ കൈകൊണ്ട് സ്ലേറ്റിൽ എഴുതിച്ചു. ഓരോ അക്ഷരങ്ങളും അങ്ങനെ എഴുതി എഴുതി പഠിച്ച് ഇപ്പോൾ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അന്നത്തെ ആ ക്ലേശം കുറെ അനുഭവിച്ചു. പിന്നെ ബാല്യകൗമാരങ്ങളൊക്കെ കഴിഞ്ഞ് യൗവനത്തിലായപ്പോഴേക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. കാമക്രോധാദികൾ നമ്മളെ ബാധിക്കുന്നു.
ഈർഷയാജ മഹദ്ദുഃഖം മോഹാത് രക്തസ്യ തസ്യ ച നേത്രസ്യ കുപിതസ്യവ ത്യാഗീ ദുഃഖായ കേവലം നരാത്രോ വിന്ദതേ നിദ്രാം കാമാഗ്നി പരിവേദിത. കാമം അല്ലെങ്കിൽ ആഗ്രഹം നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരാഗ്രഹം മനസ്സിലുണ്ടായാൽ, ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മനസ്സ് അസ്വസ്ഥമാവും. അത് സാധിക്കുന്നത് വരെ എപ്പോഴും വിചാരം അത് തന്നെയായിരിക്കും. അപ്പൊ എന്താവണോ, ഉറങ്ങാൻ പറ്റില്ല. രാത്രിയിൽ കിടന്നാലും ഉറക്കം വരില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ മനസ്സ് നമ്മളെ അസ്വസ്ഥമാക്കുന്നു. ഇത്തരത്തിൽ യൗവനം കഴിഞ്ഞ് വീണ്ടും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ യൗവനം ജരയാഗ്രസ്തം സൗഖ്യം അനുപദ്രവം. യൗവനത്തിൽ ഒരുപാട് പ്രയത്നം ചെയ്തു, ചിലതൊക്കെ നേടാൻ ശ്രമിച്ചു, പലതും നേടി, ചിലതൊന്നും നേടാൻ പറ്റിയില്ല. ക്രമേണ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോഴോ വാർദ്ധക്യം അതിനേക്കാൾ ദുഃഖകരമാണ്. വിചാരിക്കുന്നത് പോലെയൊന്നും മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലില്ല. ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് പരാധീനതകൾ ഉണ്ടാവും. നടക്കാനും ഇരിക്കാനും കിടക്കാനും എഴുന്നേൽക്കാനും ഒക്കെ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നു. ഇത്തരത്തിൽ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാലോ അപ്പോഴും ദുഃഖാണ്. ജര ബാധിക്കുന്നു, ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നു, ഇന്ദ്രിയങ്ങളുടെ ബലം നഷ്ടപ്പെടുന്നു. അപ്പൊ ഏതൊരവസ്ഥയിലും ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ശരീരം നമുക്ക് കിട്ടിയ ശരീരമാവട്ടെ എപ്പോഴും അശുദ്ധമായതാണ്, അശുചിയാണ് എന്നൊക്കെ ഇവിടെ അതും ഒരു വിരാഗതയെ ജനിപ്പിക്കാൻ വേണ്ടി, വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷയങ്ങളെ വർണ്ണിച്ചത്. അടുത്തതായിട്ട് സനൽകുമാര ഋഷി ഇവിടെ ഉപദേശിക്കുന്നത്, ഒരിക്കൽ ശ്രീനാരദ മഹർഷിയും പഞ്ചചൂഡ എന്ന സ്ത്രീയും തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ്. ഈ പഞ്ചചൂഡയുടെ അടുത്ത് ശ്രീനാരദൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീനാരദന്റെ സംശയം ഈ സ്ത്രീ സ്വഭാവത്തെ കുറിച്ച് ഏതാണ്. അതൊരു സ്ത്രീക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നാരദൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി തന്നാലും. ഈ പഞ്ചചൂഡയോട് ചോദിക്കുകയാണ്, എന്താണ് സ്ത്രീ പ്രകൃതം, എന്താണ് സ്ത്രീ സ്വഭാവം? തുറന്നു പറഞ്ഞാൽ മതി, ഉള്ളത് പറയുക, അത്രയേ ഉള്ളൂ. പൊതുവായിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നോ, ലോകത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നോ ഒന്നൊന്നും അർത്ഥമാക്കുന്നില്ല. പൊതുവെ എന്താണ് സ്വഭാവം? കാരണം ഇവിടെ നാരദനെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവമില്ല. അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന ആളാണ്. അപ്പൊ ഇതൊന്ന് അറിയണം എന്ന് കരുതിയിട്ടാണ് നാരദ മഹർഷി ചോദിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഇവിടെ ഈ പഞ്ചചൂഡ പറയുകയാണ് നാരദ മഹർഷിയോട്. കുറേയേറെ ശ്ലോകങ്ങളിൽ ആ പഞ്ചചൂഡയുടെ വാക്കുകളാണ്. അസദ്ധർമ്മ സ്വയം ക്ഷീണാം അകസ്മാകം ഭവതി പ്രഭോ പബീയസോ നരാന്യത്വൈ ലജ്ജാം തെക്വാ ഭജാമഹേ അനർത്ഥിത്വാൻ മനുഷ്യാണാം ഭയാൽ പതിജനസിജ മര്യാദായാം അമര്യാദ ശ്രിയ തിഷ്ടന്തി ഭദ്രുഷു. യൗവനേ വർത്തമാനാനാം ഇഷ്ട ആഭരണവാസസാം നാരീണാം സ്വൈരവൃത്തീനാം സ്പൃഹയന്തി കുലശ്രിയാം യാഹി ശശ്വത് ബഹുമത രക്ഷ്യതേ ദൈതാശ്രിയ അപിത സംപ്രസജ്ജന്തേ കുബ്ജാന്ധജടവാമനെ. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് എന്താണ് ഒരു സദസ്സിൽ നമ്മൾ പറയില്ലേ, പബ്ലിക്കായിട്ട് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൃദയം ക്ഷുരധാരാഭം ഭജശ്ച ശ്രവണാമൃതം. ഒരു ഒറ്റ ശ്ലോകത്തിൽ അതിനെ ചുരുക്കിയാൽ ഇങ്ങനെയാണ്. പൊതുവെ എന്താണ് സ്ത്രീ പ്രകൃതം? ഉള്ളിൽ ഹൃദയം, അവരുടെ ഉള്ള് ക്ഷുരധാര പോലെ എന്നാണ്. രണ്ട് വായ്ത്തലയ്ക്ക് മൂർച്ചയുള്ള ഒരു കത്തി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുന്നു. കത്തി ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കേ, അങ്ങനെയാണ് ഹൃദയം, അങ്ങനെയാണ്. വജശ്ച ശ്രവണാമൃതം എന്നാണ്. വാക്കുകൾ എങ്ങനെയാണ്? നല്ല മധുരമായിട്ടുള്ള വാക്കുകളാണ്.
സാമാന്യേന സ്ത്രീയെ സംബന്ധിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ അങ്ങനെ പറ്റില്ല. ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും പുറമേക്ക് നല്ല വാക്ക് പറയാൻ പുരുഷന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രായോഗികമായിട്ട്. അവരാ ഉള്ള വികാരത്തെ പ്രകടിപ്പിക്കുള്ളൂ. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല എന്നാണ്. ഉള്ളിലൊരു വികാരത്തെ വെച്ചുകൊണ്ട് തന്നെ പുറമേക്ക് മറ്റൊന്നിനെ പ്രകടിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ കുറേ വിഷയങ്ങളെ അവിടെ ചോദിച്ചു. അപ്പൊ അടുത്ത ഒരു ചോദ്യമാണ്, ഇനിയും നിങ്ങൾക്കൊരു ജന്മം എടുക്കേണ്ടി വന്നാൽ, ഈ പഞ്ചചൂടയോട് നാരദൻ ചോദിക്കുകയാണ്, സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ആണോ ജനിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ പഞ്ചചൂട പറഞ്ഞു, ഞാൻ ഇനി ഒരു ശരീരം സ്വീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്ത്രീയായി ജനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അത്രയും ക്ലേശകരമാണ് ജീവിതം എന്നാണ്. അങ്ങനെ ആ ഒരു സ്ത്രീ പ്രകൃതത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞു. വീണ്ടും അടുത്ത ഒരു അധ്യായം, അത് കാലജ്ഞാനം, അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി അറിയുവാനുള്ള ചില ലക്ഷണങ്ങളെ പറയുകയാണ്. അതാണ് കാലജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സൂചനകൾ? അത് പാർവതീദേവിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീപരമേശ്വരൻ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചത്. മുഖം കർണൗ തഥാ ചക്ഷു ജിഹ്വാ സ്തംഭോ യഥാ ഭവേ തഥാ മൃത്യും വിജാനീയ ഷണ്മാസാഭ്യന്തരേ പ്രിയേ. ഒരുവന്റെ മുഖം ഇപ്പം വാർദ്ധക്യത്തിലേക്ക് എത്തി, വൃദ്ധാവസ്ഥയിലായി കഴിഞ്ഞു. ആ വാർദ്ധക്യത്തിൽ നമുക്ക് മരണം അടുത്തു എന്നറിയാനുള്ള ചില ലക്ഷണങ്ങളെ പറയുകയാണ്. കണ്ണുകൾ, കാത്, നാവ്, ഇതൊക്കെ പെട്ടെന്ന് സ്തംഭിക്കുക. പെട്ടെന്ന് സംഭവിച്ചാലാണ് അതിനെ അങ്ങനെ പറയാൻ പറ്റൂ. പെട്ടെന്ന് കണ്ണിൻ്റെ ആ ഒരു കാഴ്ച മങ്ങിപ്പോകുന്നത് പോലെ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റണില്ല, ഒക്കെ മൂടിയ അവസ്ഥ, ഒന്നും കേൾക്കുന്നില്ല. ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഇന്ന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും കാത് അടഞ്ഞു പോയതുപോലെ. നാവും അതുപോലെ സ്തംഭിക്കുന്ന അവസ്ഥ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് സ്തംഭനാവസ്ഥയെ പ്രാപിച്ചാൽ അതിൻ്റെ സൂചന എന്താണ്? തഥാ മൃത്യും വിജാനീയ ഷണ്മാസാഭ്യന്തരേ പ്രിയ, 6 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കും. അതാണ് ഈ സൂചന. പെട്ടെന്ന് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുറയുന്നു, പെട്ടെന്ന് തന്നെ നാവ് സ്തംഭിക്കുന്നു, കാതുകളുടെ കേൾവിശക്തി പെട്ടെന്ന് ഇല്ലാതെയാകുന്നു. ഈ ഒരു സ്തംഭനാവസ്ഥ ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ പഴയതുപോലെ ആവും. ആ സ്തംഭനാവസ്ഥ സൂചിപ്പിക്കുന്നത് 6 മാസത്തിനുള്ളിൽ മരിക്കും എന്നാണ്. വാമഹസ്തോ യഥാദേവി സപ്താഹം സ്പന്ദതേ പ്രിയ, 7 ദിവസം തുടർച്ചയായിട്ട് ഇടതുഭാഗം സ്പന്ദിക്കാൻ തുടങ്ങിയ, ഇടതു കൈയുടെ ഉരസ്, ഇടതു കയ്യ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗം, അതിങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പന്ദിച്ചുകൊണ്ടിരിക്കുക, തുടിക്കുക എന്ന് പറയും. അങ്ങനെ സ്പന്ദിക്കുന്നുവെങ്കിൽ അതും സൂചിപ്പിക്കുന്നത് 1 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കും എന്നാണ്. ഒരു പക്ഷം പൂർണ്ണമായിട്ട് 15 ദിവസമൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നസാദു ശ്രവതയസ്യ, നമുക്കറിയാം ഈ ജലദോഷം പോലെയുള്ള നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ അവസ്ഥയിൽ ജലദോഷം, അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ സ്രവിച്ചുകൊണ്ടിരിക്കും അല്ലേ, തുടർച്ചയായിട്ട് സ്രവം. അതൊരു 15 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ വാർദ്ധക്യത്തിൽ അതിൻ്റെ ലക്ഷണം പറയുന്നത് ഇനി ഒരു പക്ഷം കൂടിയേ 15 ദിവസമേ ആയുസ് അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. അമ്പുതൈല കൃതസ്തംതു ദർപ്പണേ വരവർണിനി നപശ്യതി യഥാത്മാനം വികൃതം ഫലമേവച ഷണ്മാസായു സവിജ്ഞേയ. ജലം, തൈലം, നെയ്യ്, ദർപ്പണം, ഇതിലൊക്കെ നമ്മളുടെ പ്രതിബിംബം കാണിക്കുന്ന വസ്തുക്കളാണ്. വെള്ളം, നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിൽ നോക്കിയാൽ നമ്മുടെ മുഖം കാണാം. എണ്ണ നിറച്ചു വെച്ച പാത്രത്തിൽ എണ്ണയിൽ നോക്കിയാലും നമ്മളുടെ മുഖത്തിന്റെ പ്രതിബിംബം കാണാം. അതേപോലെ തന്നെയാണ് കണ്ണാടി, ദർപ്പണം, കണ്ണാടിയിൽ നോക്കിയാലും നമ്മളുടെ മുഖത്തിന്റെ പ്രതിബിംബം കാണാം. ഇത്തരത്തിൽ കണ്ണാടിയിൽ നോക്കുമ്പോഴോ ജലത്തിൽ നോക്കുമ്പോഴോ നമ്മളുടെ മുഖം വികൃതമായിട്ട് തോന്നുന്നുവെങ്കിൽ
6 മാസമേ ഇനി ആയുസ് അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഗൃധ്ര കാകകപോദശ ശിരശ ആക്രമ്യതിഷ്ഠതി. ഗൃധ്രം, കപോദം, കാകൻ, അതായത് മനുഷ്യരുമായിട്ട് അധികം ഇണങ്ങാത്ത പക്ഷികളാണ് കഴുക് വർഗങ്ങളിൽപ്പെട്ട. പരുന്ത്, കഴുകൻ ഇതൊന്നും മനുഷ്യരോട് അടുക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മറ്റ് സാധാരണ പക്ഷികളെ പോലെ മനുഷ്യനോട് അടുത്ത് പെരുമാറില്ല. പിന്നെ പ്രാവ് അങ്ങനെയാണ്, മാടപ്രാവും അങ്ങനെ പെട്ടെന്ന് ഇണങ്ങില്ല, കാക്കയും അതുപോലെ. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പക്ഷികൾ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ തുറസായൊരിടത്തു കൂടി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ പക്ഷികൾ വന്ന് ചുമലിലോ ശിരസിലോ ഇരുന്നിട്ട് പറന്നു പോയാൽ, നമ്മുടെ ശരീരത്തിൽ വന്ന് ഇരുന്നിട്ട് പറന്നു പോയാൽ അത് സൂചിപ്പിക്കുന്നത് 1 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കും എന്നാണ്. ഏത് പുരാണമാണെങ്കിലും അതിൽ പുരാണ ലക്ഷണങ്ങളെ പറയുക എന്ന ആ ഒരു നിയമമനുസരിച്ച് ഇവിടെയും ഈ വംശാനുചരിതം, അതുപോലെ മന്വന്തരം. അപ്പോൾ മന്വന്തരങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോഴാണ് ഓരോ മനുക്കളുടെയും പേരുകൾ കൊണ്ടാണ് ആ മന്വന്തരം അറിയപ്പെടുക. സ്വയംഭുവ മന്വന്തരം, സ്വാരോജിഷ മന്വന്തരം, ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം. അപ്പൊ അതിൽ ഈ വിവസ്വാൻ, ആ വൈവസ്വത മനുവിന്റെ കാലം അത് പറഞ്ഞതിന് ശേഷമാണ് സാവർണി എന്നുള്ള മനുവിനെ പരിചയപ്പെടുത്തുക. സാവർണി മനുവിന്റെയും, അല്ലെങ്കിൽ ആരായിരുന്നു അദ്ദേഹം പൂർവ്വജന്മത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ഇവിടെയും ഈ ഉമാസംഹിതയിൽ ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ഈ കഥ ദേവീ ഭാഗവതത്തിൽ കാണാം, മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഈ കഥ പറയുന്ന ആ ഒരു ഭാഗമാണ് ദേവീ മാഹാത്മ്യം. നമ്മളൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. നമ്മളിൽ ചിലരെങ്കിലും ദേവീ മാഹാത്മ്യം ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് ജപിക്കുന്നവരായിരിക്കാം. ദേവീ മാഹാത്മ്യം 13 അധ്യായം, നാരായണീ സ്തുതിയൊക്കെ അതിലാണ്. ആ ദേവീ മാഹാത്മ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് നിത്യപാരായണം ചെയ്യേണ്ടത്. അവിടെയൊക്കെ ഈ സാവർണീ മനുവിന്റെ ചരിത്രമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ വൈവസ്വതൻ എന്ന മനു സൂര്യപുത്രനായിട്ടുള്ള, അപ്പൊ അവിടെ ഒരു പൂർവ്വചരിത്രം ഇവിടെ പറയാണ്. സൂര്യ പത്നിയാണ് സപ്ന എന്നും, ഒരിക്കൽ ഈ സപ്നാദേവിക്ക് സൂര്യന്റെ ആ തേജസ്സിനെ ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നിയെന്നാണ്. തന്റെ ഭർത്താവിന് സൂര്യന് ചൂട് കൂടുതലാണ്. അത്രയും ദൂരെയുള്ള സൂര്യന്റെ ചൂട് നമുക്ക് തന്നെ പലപ്പോഴും സഹിക്കണില്ല. അപ്പൊ പിന്നെ സൂര്യന്റെ അടുത്ത് സൂര്യന്റെ ഭാര്യയായിട്ടുള്ള സപ്ന നിൽക്കുമ്പോൾ എത്ര തേജസ് ഉണ്ടാവും. സപ്നയ്ക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളത് കൊണ്ട് പ്രയാസമില്ല. പക്ഷെ എന്നാലും സപ്നാദേവിക്ക് തോന്നുകയാണ് തേജസ് ഒന്ന് കുറയ്ക്കണം. അതിനുവേണ്ടി സപ്നാദേവി തപസ് ചെയ്യണം എന്ന് നിശ്ചയിച്ചു. തപസ്സിനായിട്ട് പുറപ്പെടുന്നു. അപ്പോൾ സപ്നയ്ക്ക് തോന്നി, ഞാൻ തപസ്സിന് പോയാൽ ഈ ഗൃഹകാര്യങ്ങൾ ചെയ്യാൻ, ഭർത്താവിനെയും പുത്രന്മാരൊക്കെ ഉണ്ട്. സൂര്യന് സപ്നയിലുണ്ടായ പുത്രന്മാരാണ് യമൻ, യമുന, അതുപോലെ ശാബ്ദദേവൻ. ശാബ്ദദേവൻ പിന്നീട് മനുവായിട്ട് തീരുന്നുണ്ട്. അപ്പൊ ഈ മക്കളെയും ഭർത്താവിനെയും പരിചരിക്കാൻ താനിവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വല്ലപ്പോഴേ ഈ ഭാര്യ മാത്രം ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഭാര്യ യാത്ര ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ളതൊക്കെ തയ്യാറാക്കി അടച്ചു വെച്ച് പ്രത്യേകം മക്കളോടും ഭർത്താവിനോടും പറഞ്ഞിട്ടാ പോവുക. അതെ, നാളെ ഇത് ഇന്നിന്ന പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കേണ്ടതാണെങ്കിൽ ചൂടാക്കി എടുത്തോളണം. ഇതൊക്കെ കഴിഞ്ഞ് പാവം ഭാര്യ എവിടെയോ ഒരു യാത്ര പോയി, രാവിലെ പിന്നാലെ ഫോൺ വരൂലേ, അതെവിടെ ഇരിക്കുന്നത്, ഇതെവിടെ ഇരിക്കുന്നത്. ആ ഒരു ദിവസം പോലും സ്വൈര്യമായിട്ട് യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഇത് പൊതുവെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ സപ്നയ്ക്ക് അറിയാം, ഈ ഗൃഹകൃത്യങ്ങളെ ചെയ്യാൻ ഒരാളിവിടെ ഇല്ലെങ്കിൽ അപകടമാണ്, കുഴപ്പമാണ്. അതുകൊണ്ട് സപ്ന എന്ത് നിശ്ചയിച്ചു? താൻ പോകുമ്പോൾ തൻ്റെ പകരം ഇവിടെ ഒരാൾ വേണം. അതിന് സപ്ന ശമ്പളം കൊടുത്ത ഒരാളെ നിർത്താനൊന്നും പോയില്ല. തൻ്റെ തന്നെ തപോബലം കൊണ്ട് ഒരു ഛായ, തൻ്റെ പ്രതിരൂപത്തെ സൃഷ്ടിച്ചു എന്നാണ്. അതിന് ഛായ എന്നാണ് പേര്.
അല്ലെങ്കിൽ സവർണ എന്ന് മറ്റൊരു പേര്. ആ ഛായാദേവിയോട് പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങൾ നീ നോക്കണം, എൻ്റെ ഭർത്താവിനെയും മക്കളെയും നീ ശുശ്രൂഷിക്കണം. ഓ, ഞാൻ നോക്കിക്കോളാമെന്ന് ഛായാദേവി പറഞ്ഞു. ഈ സപ്ന തപസ്സിനായിട്ട് പോയി. കുറച്ചു കാലം കഴിഞ്ഞു. സൂര്യന് ഇതറിയണില്ല, മക്കളും ഇതറിയണില്ല. ഇവിടെ അമ്മയല്ല, അമ്മയ്ക്ക് പകരമായിട്ട് അമ്മയുടെ രൂപമുള്ള, അമ്മയുടെ ഛായയുള്ള മറ്റൊരാളാണെന്ന് ഇവരാരും അറിയണില്ല. ഈ സൂര്യനിൽ നിന്നും ഈ ഛായാദേവിയിൽ പുത്രന്മാരുണ്ടായി എന്നാണ്. അതാണ് മറ്റൊരു മനു, സാവർണി എന്ന മനു. അതുപോലെ ശനൈശ്വരൻ, നമ്മൾ ശനിഗ്രഹമായിട്ട് പറയുന്ന ശനൈശ്വരൻ ഈ സൂര്യന് ഛായാദേവിയിലുണ്ടായ പുത്രനാണ്. സ്തുതിക്കാറില്ലേ? ഛായാമാർത്തണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. അപ്പൊ ശനീശ്വരൻ ഛായാദേവിയിലുണ്ടായ പുത്രനാണ്. ഒരു ദിവസം ഈ ഛായാദേവി എന്തോ ഈ സപ്നയുടെ പുത്രനായിട്ടുള്ള യമനെ ശിക്ഷിച്ചു എന്നാണ്, എന്തോ തെറ്റ് ചെയ്തപ്പോൾ. വളരെ അധികം വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ്. അപ്പോഴാണ് യമന് സംശയം തോന്നിയത്, ഇത് അമ്മയല്ലേ? ഒരിക്കലും ഒരു അമ്മ തൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും ഒരുപാട് ശിക്ഷിക്കുകയൊന്നുമില്ല. വേദന എടുപ്പിക്കും, വഴക്ക് പറയും, തല്ലും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇത് അമ്മയല്ലേ? സംശയം തോന്നി യമന്. യമൻ ചെന്ന് സൂര്യനോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, നമ്മളുടെ കൂടെയുള്ളത് അമ്മയല്ല. കാരണം യമന് വേദന സഹിക്കാൻ വയ്യാതെ യമൻ തിരിച്ച് ഈ ഛായാദേവിയുടെ നേരെ കാലുയർത്തി എന്നാണ്, ചവിട്ടാൻ വേണ്ടി. അപ്പോഴാണ് ഒരു ശാപവും കൊടുത്തു, ഈ ഛായ നിന്റെ പാദം വീണു പോട്ടെ. അപ്പോഴാണ് യമന് സംശയം. സൂര്യനോട് കാര്യം പറഞ്ഞു. സൂര്യൻ ചോദിച്ചു, സത്യം പറയേ, നീ ആരാണ്? നീ എൻ്റെ ഭാര്യയല്ലേ? ഉള്ള കഥകളൊക്കെ ഈ ഛായ പറഞ്ഞു. അങ്ങയുടെ പത്നി സപ്നാദേവി തപസ്സിന് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണമൊക്കെ അന്വേഷിച്ചു. പിന്നീട് ആ സൂര്യൻ സപ്നയുടെ അടുത്ത് എത്തി. തപസ്സിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. അതിനുശേഷമാണ് എന്തു ചെയ്തു, ഈ സൂര്യന്റെ തേജസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഉപായങ്ങളൊക്കെ കശ്യപൻ നിർദ്ദേശിച്ചതനുസരിച്ച് ചെയ്തു എന്നൊക്കെയാണ് കഥ. എന്തായാലും സപ്ന തപസ്സൊക്കെ മതിയാക്കി മടങ്ങി വരികയും ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ സൂര്യന്റെ പുത്രന്മാരായിട്ട് വന്ന രണ്ട് മനുക്കളെ ഇവിടെ, ശ്രാദ്ധദേവൻ എന്ന ഒരു മനു, ഛായാദേവിയിലുണ്ടായ മറ്റൊരു പുത്രൻ സാവർണി എന്ന മനു, ഇവരെ കുറിച്ചും ഇവിടെ അവരുടെ ചരിത്രവും കൂടിയിട്ട് ഇവിടെ ഒന്ന് വർണ്ണിച്ചു സാന്ദർഭികമായിട്ട്. ഇപ്പൊ മന്വന്തരങ്ങളെ കുറിച്ച് പറയുക, വംശാനുചരിതം. ഈ വംശാനുചരിത വർണ്ണനത്തിൽ തുടർന്ന് നമുക്ക് ഈ ഉമാസംഹിതയിൽ കേൾക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിതൃപ്രഭാവം. പിതൃകർമ്മത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് തുടർന്ന് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുക. ഈ പിതൃകർമ്മങ്ങൾക്ക് ദേവ ആരാധനയേക്കാൾ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുക. നമ്മൾ വിചാരിക്കും ദേവപൂജ, അതിനേക്കാൾ പ്രാധാന്യമാണ് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ആ ശ്രാദ്ധം അല്ലെങ്കിൽ ബലിയിടുക എന്നുള്ള ചടങ്ങിനുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് ഇപ്പോഴും കാണാം പലർക്കും അത് ചെയ്യാൻ താല്പര്യമില്ല. വർഷത്തിൽ ഒരു ദിവസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവനവന് ജന്മം നൽകിയ അച്ഛനും അമ്മയും, ബാക്കി എല്ലാവരും പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയും അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ ശ്രാദ്ധമൂട്ടണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എത്ര സമയം വേണം? എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ സങ്കേതം, ഇവിടെ നമുക്ക് സമീപത്ത് പോകാവുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള പരശുരാമ ക്ഷേത്രം തിരുവല്ലമുണ്ട്, അല്ലെങ്കിൽ പാപനാശം. അതുമല്ല, കുറച്ചുകൂടി വടക്കോട്ട് വന്നാൽ തിരുനാവായയുണ്ട്, തിരുനെല്ലിയുണ്ട്. ഏതെങ്കിലും ഒരു തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത എവിടെയാണോ ഈ ശ്രാദ്ധകർമ്മങ്ങളുള്ളത് അവിടെ പോവുക, ഒന്ന് സ്നാനം ചെയ്യുക. ഒരു പിടി എള്ളും അന്നവും പൂവും ചേർത്ത് സമർപ്പിക്കാനാണ്. ആകെ 15 മിനിറ്റ് സമയമേ വേണ്ടൂ. ആ പിതൃക്കളെ ഉദ്ദേശിച്ചുകൊണ്ട്
അതൊന്ന് സമർപ്പിക്കുക. വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. എന്നാലും പലർക്കും അതിൻ്റെ പ്രാധാന്യം അറിയുകയില്ല, പലരും അത് തുടരുന്നുമില്ല. കഷ്ടിച്ച് ആ മരിച്ച സമയത്ത് ആ 11-12 ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ വാർഷികമായിട്ട് ഒരിക്കൽ കൂടി ഈ ശ്രാദ്ധം കൂട്ടും. എന്നിട്ട് എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയുന്നത് കേട്ട് അച്ഛനെ അമ്മയും ഞാൻ തിരുവല്ലത്ത് അല്ലെങ്കിൽ തിരുനെല്ലി കൊണ്ടുപോയി സമർപ്പിച്ചു എന്നാണ്. പിന്നെ അച്ഛനും അമ്മയും ഓർക്കാൻ സമയമില്ല. വർഷത്തിൽ 1 ദിവസം അരമണിക്കൂർ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. ആ അച്ഛനും അമ്മയാണ് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയത്, അല്ലേ? 15-20 വയസ്സ് വരെ ഭക്ഷണം തന്നും വസ്ത്രം തന്നും വിദ്യാഭ്യാസം നൽകിയും വളർത്തി വലുതാക്കിയ അവരെ ഓർക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെ നേരെയാവുക? ദേവപൂജയേക്കാൾ പ്രാധാന്യമുണ്ട് പിതൃകർമ്മത്തിന്. അതിലും കൂടുതൽ ശുദ്ധി വേണം, അതിലും കൂടുതൽ ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതായതുകൊണ്ടാണ് അതിനെ ശ്രാദ്ധം എന്ന് പറയുന്നത്. വെറും കാട്ടിക്കൂട്ടലാവരുത്. ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ പിതൃകർമ്മം. അതിന്റെ പ്രാധാന്യത്തെ കാണിക്കാനായിട്ട് ഇവിടെ ഒരു കഥ പറയുകയാണ്. ഭീഷ്മ പിതാമഹന്റെ അച്ഛൻ, ഭീഷ്മരുടെ അച്ഛൻ ശന്തനു. ഈ ശന്തനുവിന്റെ മരണശേഷം ഈ ഭീഷ്മർ എല്ലാ വർഷവും ബലിയിടും, ശ്രാദ്ധമൂട്ടും. അപ്പൊ സാധാരണ നമ്മളുടെയൊക്കെ പൊതുവായൊരു സമ്പ്രദായം എങ്ങനെയാണ്? ഈ ദർഭ വിരിച്ച് അതിലാണ് ഈ പിണ്ടം വെക്കുക എന്ന് പറയുന്നത്. അന്നം പാകം ചെയ്ത് അത് എള്ള് ചേർത്ത് ഉരുളയാക്കിയിട്ട് പിണ്ടമാക്കിയിട്ട് അതാണ് വെക്കുക. അതാണൊരു പൊതുവായിട്ടുള്ള സമ്പ്രദായം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ ശ്രാദ്ധം ഊട്ടുന്ന സമയത്ത്, ശ്രാദ്ധകാലം, ഈ ഭീഷ്മര് തന്റെ അച്ഛന് വേണ്ടി, ശന്തനുവിന് വേണ്ടി ബലിയിടുമ്പോ ദർഭ വിരിച്ചു, അതില് എള്ളും ആ ഹവിസ് പാകം ചെയ്ത കവ്യം അത് ഉരുളയാക്കി എള്ള് ചേർത്ത് അതിങ്ങനെ ആ ദർഭയുടെ തലയ്ക്കൽ വെക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്റെ മുന്നിൽ അന്തരീക്ഷത്തിൽ അച്ഛന്റെ മുഖം തെളിഞ്ഞു വരണു, ശന്തനുവിന്റെ മുഖം രൂപം തെളിഞ്ഞു വരുന്നു. ആ ശന്തനു ഇങ്ങനെ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാണ്. ഈ കൈകളിലേക്ക് വച്ചോളൂ എന്ന ഭാവേന കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് തന്റെ മുന്നിൽ നിൽക്കണതായിട്ട് ഭീഷ്മർ കണ്ടു എന്നാണ്. പക്ഷേ ഭീഷ്മർ അത് ചെയ്തില്ല. തന്റെ മുന്നിൽ താൻ ആർക്കു വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ ശ്രാദ്ധം ഊട്ടുന്നത്, ആ രൂപം തന്റെ മുന്നിൽ തെളിഞ്ഞു കാണണു. കൈകൾ നീട്ടിപ്പിടിച്ചിട്ടുണ്ട് അച്ഛൻ. എന്നാ പിന്നെ കയ്യിൽ കൊടുത്താൽ പോരെ? അങ്ങനെ ചെയ്തില്ല. എന്ത് ചെയ്തു? ഭീഷ്മർ ആ പിണ്ടമെടുത്ത് ആ മുൻപിൽ വിരിച്ചിരിക്കുന്ന ദർഭയിൽ വെച്ചു. ആ ബലി കർമ്മം പൂർത്തിയാക്കി. അപ്പൊ ശന്തനു അനുഗ്രഹിച്ചു എന്നാണ്. എന്തുകൊണ്ട്? നീ ധർമ്മമാണ് ചെയ്തത്. മനുഷ്യന് പിണ്ടദാനം ചെയ്യാൻ ഒരേ ഒരു നിയമമേ ഉള്ളൂ. അത് ദർഭാഗ്രത്തില്, ദർഭ വിരിച്ച് അതിൽ വെക്കാനേ പാടുള്ളൂ. തന്റെ പിതൃലോകത്തിൽ നിന്ന് മുന്നിൽ വന്നാൽ പോലും നേരിട്ട് കൊടുക്കാൻ പാടില്ല, വിധിയില്ല. അപ്പൊ നീ ധർമ്മത്തെ ചെയ്തു, ധർമ്മം അനുഷ്ഠിച്ചു, അങ്ങനെ അനുഗ്രഹം കൊടുത്തു എന്നും ഒക്കെയാണ് പറയുക. അപ്പൊ അവിടെ വെച്ച് ഭീഷ്മരുടെ ചില സംശയങ്ങൾ അത് ശന്തനു തീർക്കുകയാണ്. പണ്ട് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞതായ പിതൃകർമ്മത്തിന്റെ മഹാത്മ്യത്തെ അതാണ് ഇവിടെ ശന്തനു ഭീഷ്മർക്ക് ഉപദേശിച്ചു കൊടുത്തതെന്നാണ്. ശൃണു ഭീഷ്മ പുരാഭൂയോ ഭാരദ്വാജാത്മജാദ്വിജ യോഗധർമ്മം അനുപ്രാപ്യ ഭ്രഷ്ട ദുശ്ചരിതേന വൈ. കൗശിക ഗോത്രത്തില് 6 പേര്, ആ ഗോത്രത്തിൽ ജനിച്ച 6 ഋഷികുമാരന്മാരാണ്. അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വാഗ്ദുഷ്ട, ക്രോധനോ, ഹിംസ, പിശുന, കവിരേവജ, ശുശ്രൂഷ, പിതൃവർത്തീച്ച. ഈ ഋഷികുമാരന്മാര് ഗുരുകുലത്തിൽ പോയിട്ട് വിദ്യ ആരംഭിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഗുരുനാഥൻ ഇവരെ, ഈ കുട്ടികളെ എല്ലാവരെയും പശുക്കളെ മേയ്ക്കാൻ വേണ്ടി നിയോഗിച്ചു എന്നാണ്. പശുക്കളെ രാവിലെ കൊണ്ടുപോവുക, സന്ധ്യാസമയം വരെ പശുക്കളെയൊക്കെ പുൽമേടുകളിൽ കൊണ്ടുപോയി മേയ്ക്കുക, സന്ധ്യാവുമ്പോൾ മടങ്ങി വരിക.
അങ്ങനെ നിയോഗിച്ചു ഈ ഗുരുനാഥൻ. ഈ കുട്ടികളെല്ലാവരും കൂടി പശുക്കളെയും പശുക്കിടാങ്ങളെയും കൊണ്ട് പോയി. പക്ഷേ മധ്യാഹ്നമായപ്പോൾ അവർ ഭക്ഷണമൊന്നും കയ്യിലെടുത്തിട്ടില്ല. വല്ലാത്ത വിശപ്പ് തോന്നിയെന്നാണ്. അങ്ങനെ വല്ലാതെ വിശപ്പ് തോന്നിയപ്പോ അവര് ഇനി എന്താ വേണ്ടത്, എങ്ങനെയാണ് വിശപ്പ് മാറ്റുക? ഒന്നും കിട്ടാനില്ല, അവിടെ ഒന്നും കഴിക്കാൻ ഭക്ഷണമൊന്നും കാണണില്ല. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്തായാലും വിശന്നിരിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റണില്ല വിശപ്പ്. നമുക്ക് ഈ പശുക്കളുടെ ഇടയിൽ നിന്നും ഒരു പശുക്കിടാവിനെ കൊന്നിട്ട് അതിന്റെ മാംസം പാകം ചെയ്ത് കഴിച്ചാലോ? ബാക്കിയുള്ളവരൊക്കെ അതിനെ അനുകൂലിച്ചു. കാരണം വിശപ്പാണ് ഏറ്റവും വലുത്, അത് സഹിച്ച് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല. വേഗം അങ്ങനെ ചെയ്തു. ഗോഹത്യ പാപമാണ്, എന്നിരുന്നാലും ആ ഗോമാംസത്തെ പാകം ചെയ്ത് അവർ ഭക്ഷിച്ചു. അപ്പൊ ഇത് പാകം ചെയ്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ ഒരാള്, പിതൃവർത്തി എന്ന് പേരുള്ള ആ ഋഷികുമാരൻ പറഞ്ഞു, അതെ, നമ്മൾ എന്തായാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോണത്. ഇത് കഴിക്കുന്നതിന് മുൻപ്, നമ്മൾ ഈ പാകം ചെയ്ത് വെച്ച ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പിതൃക്കൾക്ക് സമർപ്പിച്ചിട്ട് കഴിക്കാം. അവർക്കത് സമ്മതമായി. അങ്ങനെ പിതൃപരമ്പരകൾക്ക് എന്ന രീതിയിൽ ദർഭ വിരിച്ച് അവർക്ക് സമർപ്പിക്കുക എന്ന രീതിയിൽ അതിൽ നിന്ന് ഒരു പങ്കെടുത്ത്, ഒരു ഭാഗമെടുത്ത് പിണ്ടമാക്കിയിട്ട് ദർഭയിൽ വെച്ചു, പിതൃക്കൾക്ക് സമർപ്പിച്ചു. അതിന്റെ ബാക്കി എല്ലാവരും കഴിച്ചു, വിശപ്പടക്കി മടങ്ങിപ്പോന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഗുരുനാഥൻ ഇതറിഞ്ഞു. ഈ ശിഷ്യന്മാര് ഗോഹത്യ ചെയ്തിരിക്കണു, പശുക്കിടാവിനെ കൊന്നതിന്റെ മാംസം ഭക്ഷിച്ചിരിക്കണു. അവരെ ശപിച്ചു. അവർക്ക് അങ്ങനെ ഗോഹത്യാ പാപം പിടിപെട്ടു. പക്ഷേ അവർക്ക് ഈ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും പിന്നീടും അടുത്ത ജന്മത്തിലും അവർക്ക് പൂർവ്വജന്മ സ്മരണയുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അവർ പല ജന്മങ്ങൾ എടുത്തുവെങ്കിലും ഒടുവിൽ ഒരു രാജകുലത്തിൽ വന്ന് അവർ ഓരോരുത്തരും, ഒരാള് ഒരു രാജാവായി മാറി, അടുത്ത കുട്ടി രാജാവിന്റെ മന്ത്രിയായി വന്നു, മറ്റൊരാള് രാജപുരോഹിതനായി വന്നു, മറ്റു രണ്ടുപേര് ആ രാജകൊട്ടാരത്തിൽ സേനാനായകന്മാരായിട്ട് വന്നു. ഇവരെല്ലാവരും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ ഒത്തുവന്നു പല ജന്മങ്ങൾ കഴിഞ്ഞ്. അപ്പൊ അതിന് കാരണമായിട്ട് ഇവിടെ പറഞ്ഞത്, ഈ പൂർവജന്മത്തിൽ അവർ ചെയ്ത മഹാപാപം, അതിന്റെ ശക്തിയെ കുറച്ചത് എന്താണ്? അന്ന് അവരാ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പിതൃക്കളെ സ്മരണ ചെയ്തു എന്നുള്ള ഒറ്റ കാരണമാണ്. നമ്മൾ വർഷത്തിൽ ഒരിക്കലാണെങ്കിലും കൂടി ഈ പിതൃശ്രാദ്ധം ഊട്ടുക, പിതൃക്കൾക്ക് വേണ്ടി, അത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അങ്ങനെയാവാം. ഇനി അത് പറ്റിയില്ല എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന 2 സന്ദർഭങ്ങളാണ് ഒരു വർഷത്തിൽ. ഒന്ന് കർക്കിടകത്തിലെ കറുത്ത വാവ്, മറ്റൊന്ന് ശിവരാത്രി ദിവസം. ശിവരാത്രി വ്രതം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്താൽ അന്ന് ചെയ്യുന്ന പിതൃകർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ബലിയിടുക, നമുക്ക് പോയാൽ കാണാം. ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ളവർക്ക് കൂടുതൽ അറിയാം. ആലുവ, അവിടെ ആ മണൽപ്പുറത്ത് ചെന്നാൽ കാണാം. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യോദയമൊക്കെ ആവണതിന് മുമ്പ് തന്നെ ധാരാളമായിട്ട് ശിവക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ബലി തർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ജലാശയം ഉണ്ടാവും. ആ ജലാശയത്തില് ബലിതർപ്പണം ചെയ്യുക, അത് വളരെ വിശേഷമാണ്. അപ്പൊ പിതൃകർമ്മങ്ങളുടെ പ്രാധാന്യം ഇവിടെ പറഞ്ഞുകൊണ്ട് പിതൃതർപ്പണം ചെയ്യണം. വാർഷികമായിട്ടാണെങ്കിലും ആ ഒരു പിതൃകർമ്മം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരുവന്റെ ജീവിതത്തിൽ എല്ലാ ഭൗതികമായ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ പിതൃശ്രാദ്ധം, പിതൃകർമ്മം. അതൊരു ശിവക്ഷേത്ര സങ്കേതത്തിലാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠവുമായതാണ്. അതാണ് ഈ പുരാണം ആ പിതൃശ്രാദ്ധത്തിനെ, പിതൃകർമ്മത്തിനെ ഇത്രയും വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ് സമർപ്പിക്കുന്നത്.